ഒന്നാമത് നമ്മൾ ഈ തബ്ലീഗ് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ തബ്ലീഗിൽ ലീഗ് ഉള്ളതുകൊണ്ട് എന്തോ ലീഗിൻ്റെ പരിപാടിയാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ജമാഅത്ത് എന്നുള്ളതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ എന്തോ ഏർപ്പാടാണ് അങ്ങനെയും വിചാരിക്കുന്ന ആളുകളുണ്ട്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം തബ്ലീഗ് ജമാഅത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം സൊസൈറ്റി ഓഫ് പ്രീച്ചേഴ്സ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് പ്രീച്ചേഴ്സ് എന്ന് പറയുന്നത് 1926 രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. പിന്നെ മൗലാന ഇല്യാസ് കാന്തലവി എന്ന് പറയുന്ന ആൾ ഹരിയാനയിലെ മേവാത്ത് കേന്ദ്രീകരിച്ചാണ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ രീതി എന്ന് വെച്ചാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ തബ്ലീഗ് ജമാഅത്ത്, ഒരുപക്ഷെ ലോകത്ത് തന്നെയും. ഒരു ട്രാൻസ്നാഷണൽ ഓർഗനൈസേഷനാണ്. പക്ഷേ അവരെവിടെയെങ്കിലും പ്രകടനം നടത്തിയതോ പത്രസമ്മേളനം നടത്തിയതോ നോട്ടീസ് വിതരണം ചെയ്തോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവരൊരു നോട്ടീസ് കാണാൻ പറ്റില്ല, അവരുടെ പ്രകടനം കാണാൻ പറ്റില്ല, ഒരു ധർണ കാണാൻ പറ്റില്ല, പത്രസമ്മേളനം ഒന്നും ഉണ്ടാവില്ല. അവർ പേഴ്സൺ ടു പേഴ്സൺ നേതാക്കന്മാരുണ്ട്. അത് അവർക്കറിയാം, അവരുടെ പ്രവർത്തകർക്ക് അറിയായിരിക്കും. പക്ഷേ ഇന്ന ആളാണ് ജില്ലാ പ്രസിഡന്റ്, ഇന്ന ആളാണ് സംസ്ഥാന അമീർ എന്നാണ് അവർ പറയുക. സംസ്ഥാനം അതൊന്നും ആർക്കും അറിയില്ല. അത് അവരുടെ ആ സർക്കിളിൽപ്പെട്ട ആളുകൾക്ക് അറിയായിരിക്കും ഇതാളാണ് നമ്മുടെ അമീർ എന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അതിനൊരു പബ്ലിസിറ്റി ഒന്നും അവർ കൊടുക്കില്ല. ഇത് ഇന്നാളെ നേതാവായി തിരഞ്ഞെടുത്തു, ഇന്നാൾ അങ്ങനെയൊന്നുമില്ല. നോക്കൂ, ഇപ്പോൾ അടുത്ത് പെരുമ്പാവൂർ അവർ വലിയ സമ്മേളനം നടത്തിയിരുന്നു. വലിയ സമ്മേളനം എന്ന് ടെൻസ് ഓഫ് തൗസൻഡ്സ് ആണ് പങ്കെടുക്കുക. പക്ഷേ പത്രത്തിലൊരു വരി വാർത്ത പോലും ഉണ്ടാവില്ല. സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാവില്ല, ശേഷം ഉണ്ടാവില്ല. ഒരു പത്രസമ്മേളനം പോലും അവർ നടത്തില്ല. വ്യക്തിബന്ധങ്ങളിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ അവർ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ ചില്ല എന്നാണ് അവർ പറയുക. യാത്ര ചെയ്യും. ചില്ല എന്ന് പറഞ്ഞാൽ 40 ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. ജമാഅത്ത് പോകാമെന്ന് പറയും. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഗ്രേഡ് കൂടിയതാണ് ചില്ല എന്ന് പറയുന്നത്. അവർ കൂട്ടമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും, കുറേ ആളുകൾ. പിന്നെ എവിടെയാണോ എത്തുന്നത് അവിടെയുള്ള പള്ളിയിൽ കിടന്നുറങ്ങും, അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ അവരെ ഉപദേശിക്കും, അവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ കൊടുക്കും, പ്രാർത്ഥനകളെക്കുറിച്ച് നിസ്കാരത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കും. വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങും, ആളുകളെ മീറ്റ് ചെയ്യും, സംസാരിക്കും. ചിലപ്പോൾ ആളുകൾ അവർ സംസാരിക്കുന്ന ആളുകൾ ഇവരുടെ കൂടെ കൂടും. അങ്ങനെയുള്ള രസമാണ്. പിന്നെ ഞാൻ ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ അവരെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു അധ്യാപനം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു അവിടുത്തെ ഈ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ചെയർമാനും കോളേജിൽ. അപ്പോൾ ഭയങ്കര അലമ്പ് കുട്ടികളെ പുള്ളി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തബ്ലീഗിൻ്റെ ഇതിലേക്ക് കൂട്ടും. അപ്പോൾ ചിലപ്പോൾ അവർ പോയി വരുമ്പോഴേക്ക് നേരെയായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ ആളുകളിൽ മാറ്റം ഉണ്ടാക്കുക, ആത്മീയമായ ഉണർവുണ്ടാക്കുക, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇവിടെയൊക്കെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളും 80ഓളം രാജ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ അജിംസ് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന എന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ പൊളിറ്റിക്കലായിട്ടുള്ള അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവർ ഇടപെടുകയേ ഇല്ല. അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ഒന്നും ചെയ്യില്ല. വളരെ ശാന്തമായി, വളരെ സാധുക്കളായി, വായിൽ വിരലിട്ടാൽ കടിക്കാത്ത എന്ന് നമ്മൾ സാധാരണ പറയില്ലേ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അവർ ഈ സമയത്ത് ഇജ്തിമ എന്ന് പറയും, സമ്മേളനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഇതാണ്. സംസ്ഥാന തലത്തിലുണ്ടാവും, ചിലപ്പോൾ അന്തർദേശീയ തലത്തിലുണ്ടാവും. അങ്ങനത്തെ ഒരു സമ്മേളനമാണ് ഈ ദിവ്യ നേരത്തെ പറഞ്ഞ നിസാമുദ്ദീനാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ആ സമ്മേളനം മാർച്ച് 21 അല്ലേ, മാർച്ച് 21 സമ്മേളനം 21 ആ ദിവസങ്ങളാണ്. പക്ഷെ സമ്മേളനം നടക്കുന്നതിൻ്റെ 21 അത് സമാപിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 21 തുടങ്ങുക, അങ്ങനെ എന്താണ് 23 ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഇവരെന്നാ ചെയ്യും? ഇവർക്ക് ഇപ്പോൾ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പോകാൻ പറ്റില്ലല്ലോ, അവർക്ക് പോകാൻ പറ്റില്ല. ഈ സ്വദേശികളായ ആളുകൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പോകാൻ ഇറങ്ങിയാൽ എന്താണ്, ലോക്ക്ഡൗൺ ലംഘിക്കും. പോകാതിരുന്നാലോ അതും ഈ എന്താണ് ഇതിൻ്റെ ലംഘനം. അങ്ങനെ കുറേ ആളുകളൊന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർ. ഇവരെന്ത് ചെയ്യും? തൂങ്ങിച്ചാകുകയും എന്ത് ചെയ്യും? പുറത്ത് ഇവരിൽപ്പെട്ട ഒരുപാട് വിദേശികളായ ആളുകളുടെ പാസ്പോർട്ട് ഈ വിസ കാലാവധി കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിദേശികളെ സർക്കാർ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി, പലരുടെയും പാസ്പോർട്ട് കണ്ടെടുത്തു, അവർക്കെതിരെ കർശനമായ നടപടി. പിന്നെ ആ നടപടിയായിട്ട് അധികം മുന്നോട്ട് പോയില്ല. കാരണം വിദേശികളായതുകൊണ്ട് ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുള്ളത് മാത്രമല്ല, അവരിൽ പലരും, ഇതിൽ പങ്കെടുത്ത ആളുകളിൽ പലരും വിദേശ രാജ്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവർ വളരെ വെൽ എഡ്യൂക്കേറ്റഡായ ആളുകളെ ഇവർ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, അത്തരം ആളുകളെ ഇവർ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലും ഉന്നത സർക്കാർ തസ്തികകളിലൊക്കെ ഇരിക്കുന്ന ആളുകളും ഈ സമ്മേളനത്തിലുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഈ പറഞ്ഞ കേസുകൾ എടുക്കുന്നു. ഇപ്പം 16 FIRകളാണ്
റദ്ദാക്കിയിരിക്കുന്നത്, 70ഓളം ആളുകൾ പ്രതിയായിട്ടുള്ള. പക്ഷേ അത് കാണേണ്ട കാര്യം, ആ കേസുകൾ എടുത്തതോ പോലീസ് നടപടിയോ എന്നതിനേക്കാളപ്പുറം ആ സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു മീഡിയ ഓൺസ്ലോട്ട് എന്ന് പറയുന്ന അതിഭയങ്കരമായിട്ടുള്ളൊരു വിദ്വേഷ ക്യാമ്പയിൻ തന്നെ നടക്കുകയുണ്ടായി. വിദ്വേഷ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന മാതിരിയല്ല. UP മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി, ഇവരാണ് കൊറോണ പരത്തിയത്. നമുക്ക് ഇവന്മാരുടെ ഈ സമ്മേളനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കൊറോണയെ നേരത്തെ തന്നെ പിടിച്ചു കെട്ടാൻ പറ്റുമായിരുന്നു, UP മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ബബിത ഫോഗറ്റ് എന്ന് പറഞ്ഞിട്ട് BJPയുടെ നേതാവുണ്ട് ഈ ഹരിയാനയിൽ നിന്നുള്ള, അവർ ഒരു ഗുസ്തി താരം കൂടെയാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊറോണ രണ്ടാമത്തെ പ്രശ്നമാണ്, ഈ വൃത്തികെട്ട തബ്ലീഗ് കൂട്ടങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ട്വീറ്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് അവർ വിമർശിക്കപ്പെട്ടവർ പറഞ്ഞു, ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ റോട്ട് നത്തിങ് റോങ് എന്ന് പറഞ്ഞിട്ട് എഗൻ അവരതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇത് BJP നേതാക്കളും വാട്സപ്പ് ഫോർവേഡുകളും വിട്ടിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ, അതാണ് കൊറോണ ജിഹാദ് എന്നൊരു പ്രയോഗം തന്നെ ഈ ഹാഷ്ടാഗ് ഇട്ടിട്ട് ചാനലുകൾ വായ്പടിക്കുകയാണ്. റിപ്പബ്ലിക് TV, അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV, റിപ്പബ്ലിക് ഭാരത്, അവരാണ് അതിന് തുടക്കം കുറിക്കുന്നത്. റിപ്പബ്ലിക് TV, ഭാരത് TV, സുദർശൻ TV, News 18. അതിൽ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ News 18 കന്നഡ, അത് 2021 ജൂലൈയിൽ ഈ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള ഈ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട കവറേജിൽ അതിനെതിരെ NBSAക്ക്, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിക്ക് പരാതി പോകുന്നുണ്ട്. News 18 കന്നഡയ്ക്ക് NBSA ഫൈനിട്ട്, എനിക്ക് തോന്നുന്നു 50,000 രൂപയാണ് ഫൈനിട്ടത്. മറ്റൊരു ചാനലിന് 1 ലക്ഷം രൂപ ഫൈനിട്ടിട്ടുണ്ട്. ഈ മറ്റേ ടൈംസ് നൗ ചാനലിന് ശാസിച്ചിട്ടുണ്ട് NBSA. ഇങ്ങനെ സാധാരണ നോക്കൂ, മോഡി ഭരിക്കുന്ന സമയത്ത് ചാനലുകളെല്ലാം ഈ ജാതി വൃത്തികേടുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്, അതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ അതിനെയും അവർക്ക് പോലും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം മാരകമായിരുന്നു അത്. അതിൽ വലിയ തമാശ എന്ന് വെച്ചാൽ അത് ഏറ്റവും മാരകമായിട്ട് നടന്നത് കർണാടകയിലാണെന്നുള്ളതാണ്. കർണാടകയിൽ ഈ News 18 കന്നഡ, സുവർണ കന്നഡ, ഈ ചാനലുകളൊക്കെയാണ് അതിമാരകമായ സ്വഭാവത്തിലുള്ള വിദ്വേഷ പദപ്രയോഗങ്ങൾ നടത്തിയത്. അപ്പോൾ NBSA ഒരുപക്ഷെ മോഡി കാലത്ത് NBSA ഏതെങ്കിലും ചാനലിന് ഫൈനിട്ടിട്ടുണ്ടെങ്കിൽ ഈ തബ്ലീഗ് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ ഇത് മാത്രമല്ല, സുപ്രീം കോടതി ഇതിൽ ഇടപെടുന്നുണ്ട്. 2021 സെപ്റ്റംബറിൽ NV രമണ അധ്യക്ഷനായുള്ള ബെഞ്ച് ബോബ്ഡെയാണ് ആ സമയത്ത് തുടക്കത്തിൽ, രമണ ഈ കേസ് കേൾക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ നാടിന് എന്ത് പറ്റി, എല്ലാ കാര്യങ്ങളും ഈ മതപരമായ ഇതിലൂടെ മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കണ്ണിലൂടെ മാത്രമേ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ നാണം കെട്ടുപോകില്ല എന്ന് NV രമണ ചോദിക്കുന്നുണ്ട്. അത്രയ്ക്കും മാരകമായിരുന്നു ഈ ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു കൂട്ടർ സമ്മേളനം നടത്തുന്നു, സമ്മേളനത്തിനിടെ ലോക്ക്ഡൗൺ വരുന്നു, അവരവിടെ കുടുങ്ങിപ്പോകുന്നു. അവരെന്ത് പഴിച്ചു? അപ്പോൾ അവരാണ് പലതരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ, ഇവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സ്പൂണുകളും പ്ലേറ്റുകളും പരസ്പരം പങ്കുവെച്ച് എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നാട് മുഴുവൻ, ഇന്ത്യ മുഴുവൻ കൊറോണ പരത്തി. ഇതിന് മുമ്പ് നടന്ന പല സമ്മേളനങ്ങളുടെയും വിഷ്വൽസൊക്കെ വെച്ചിട്ട് അതൊക്കെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം വൃത്തിഹീനമായിട്ടുള്ള നോക്കുക. അത് തബ്ലീഗ് ജമാഅത്തിനെ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ ഇത് പറയുന്നതെങ്കിലും ഒരു കൊറോണയേക്കാൾ മാരകമായ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഈ സമ്മേളനം ഉപയോഗപ്പെടുത്തിയത്. അതിപ്പോൾ എന്ത് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ തബ്ലീഗ് ജമാഅത്തിനല്ലേ കുറ്റപ്പെടുത്തിയത്. ഇപ്പോൾ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളത് ISISനല്ലേ കുറ്റപ്പെടുത്തിയത്. മറ്റേ കണ്ണൻ്റെ നിയമസഭാ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് NDF അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ NDF എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ സ്വാമിമാർക്ക് മുണ്ടില്ല, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് സ്റ്റാർ മേടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയാം. അത് ഞങ്ങൾ NDFനല്ലേ പറഞ്ഞത്. ഇത് കേരള സ്റ്റോറി അത് കേരളത്തല്ലേ പറഞ്ഞത്. കൊറോണ ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ അത് തബ്ലീഗ് ജമാഅത്തിനല്ലേ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയെ, ഏതെങ്കിലും ഒരു കൂട്ടരെ ചാരി നിന്ന് ഒരു സമുദായത്തെ താറടിക്കുക, അവരെ പൈശാചികവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ബീഭത്സമായൊരു അനുഭവമായിരുന്നു ഈ തബ്ലീഗ് കൊറോണ പ്രചാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിയമപരം നോക്കൂ, അതിൽ പോലീസ് കേസെടുക്കുന്നത് എന്താണ്, ഈ പ്രചാരണത്തിന് വീണ്ടും ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാരാണ് ഈ പണിയെടുത്തത്. എന്ന് വെച്ചാൽ ഈ എപ്പിഡമിക് ആക്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ്, IPC എപ്പിഡമിക് ആക്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. അപ്പോൾ ഈ പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് പോലീസ് ഡൽഹി പോലീസ് ഇടപെടുന്നത്. അതും ശരിയായില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ FIRകളും ക്വാഷ് ചെയ്തിരിക്കുകയാണ്. അത് ഇന്നത്തെ ആശ്വാസകരമായ സംഗതിയാണ്. പക്ഷേ അന്ന് ആ മനുഷ്യർ കടന്നുപോയ
അതെ. വേദനകളുണ്ട്. അന്ന് ഈ പ്രചാരണങ്ങൾ കൺസ്യൂം ചെയ്ത മനുഷ്യർ ഉള്ളിൽ ആവാഹിച്ച വിഷമുണ്ട്. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും.